മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് വാവ്, ഗ്ലാമറിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം എന്നൊക്കെയാണ് നമ്മൾ പറയുക. എന്നാൽ അദ്ദേഹം ഒരുപാട് അങ്ങനെ അല്ലാത്ത ക്യാരക്ടർ റോൾസും ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും അധികം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മൂവിയിൽ നിന്നാണ്, സൂര്യമാനസം. വിജി തമ്പി സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കണേ. ഇത് കൂടാതെ മമ്മൂക്കേനെ കൂടാതെ രഘുവരൻ സാറും അതുപോലെ സൗക്കാ ജാനകി, ജഗതി ചേട്ടൻ, സിദ്ദിഖ, അങ്ങനെ ഒരു പറ്റം മറ്റ് ആർട്ടിസ്റ്റുകളും ഉണ്ട് ഈ സിനിമയിൽ. പുട്ട് കഴിക്കാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മമ്മൂക്ക ചെയ്തു. ഒരു ഇത്തിരി മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് പോലെ അദ്ദേഹം അഭിനയിച്ച് നമുക്ക് പ്രതിഫലിപ്പിച്ച് തന്നു. ഈ സമയത്ത് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് വിജി തമ്പി സാർ തന്നെ നമ്മളോടൊപ്പം ഇപ്പം ഉണ്ട്. എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ എണ്ണപ്പെട്ട സിനിമകളൊന്നും എടുത്താൽ അത് സൂര്യമാനസമായിരിക്കും. ഇന്നും പലപ്പോഴും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും എപ്പോഴും ആദ്യം ആൾക്കാർ ചർച്ച ചെയ്യുന്നത്, അല്ലെ വിജി തമ്പി എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാർ എടുത്തു ചോദിക്കുന്ന സിനിമ സൂര്യമാനസം തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ സിനിമകളുടെ കൂട്ടത്തിൽ ഒരു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പല പല കഥകളും ആലോചിച്ചു, അത് നമുക്ക് ഡിസ്കസ് ചെയ്തു. ചിലതൊക്കെ പുള്ളി കൊള്ളാമെന്ന് പറഞ്ഞു, നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറഞ്ഞു. എങ്കിലും പുള്ളിക്കൊരു പൂർണ്ണ തൃപ്തി അതിലൊന്നും തോന്നിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാം ജോൺ ഇത്തരം ഒരു ഐഡിയ, ഒരു അമ്മയും മകനുമായിട്ടുള്ള ഒരു ബന്ധവും, ബുദ്ധി വളർച്ചയില്ലാത്തൊരു മകനും ആ മകൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഓരോ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു അമ്മയുടെ കഥ. അദ്ദേഹത്തിന് ഇവിടുന്ന് ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷനിൽ നിന്നാണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ കഥ പറഞ്ഞു, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അതിനൊന്ന് ഡെവലപ്പ് ചെയ്തു, മലയാളത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്തു. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഗെറ്റപ്പിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഒരു ഗെറ്റപ്പ് ചേഞ്ചിൽ, അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ രൂപമാറ്റത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് സൂര്യമാനസം. അതിനുശേഷം അദ്ദേഹം അതുപോലെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, പൊന്തമ്മാട, അങ്ങനെ ഒരുപാട് സിനിമകൾ പിന്നെ ചെയ്തിട്ടുണ്ട്. എങ്കിലും സൂര്യമാനസമായിരിക്കും അതിനൊരു തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് മാഗസീനിലൊക്കെ ഞങ്ങൾ ഈ മമ്മൂട്ടിയുടെ പടം വെച്ചിട്ട് ഇതാരാണെന്നറിയാമോ എന്ന് ചോദിച്ചു വരെ ആദ്യത്തെ ഒരു ഫസ്റ്റ് പബ്ലിസിറ്റി കൊടുത്തായിരുന്നു. അതൊരു പാട്ടുരംഗം, നൈറ്റ് ചെയ്യേണ്ട പാട്ടാണ്. അവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളെല്ലാം കൂടി ചേർന്ന് ആഘോഷിക്കുന്നൊരു പാട്ടാണ്. രാത്രിയെ ചെയ്യാൻ പറ്റും. ആ പാട്ട് ചെയ്യുന്നൊരു കുന്നിൻ്റെ മുകളിലാണ്. താഴെ നിന്നാലേ തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ആലോചിച്ച് നോക്കണം, നമ്മൾ അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ രാത്രി 10 മണിയെങ്കിലും ആവും. 10 മണി കഴിഞ്ഞ് രാവിലെ 4 മണി വരെയാണ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ആലോചിച്ച് നോക്കണം, അവിടുത്തെ ഒരു തണുപ്പ്. എല്ലാവരും കിടുകിടാന്ന് വറക്കുകയാണ്. 2-3 കമ്പിളിയൊന്നും പോയിച്ചാൽ നിൽക്കാൻ പറ്റത്തില്ല. ആ പാട്ട് കണ്ടാൽ അറിയാം അതിൽ ഓരോരുത്തരും നിൽക്കുന്ന അവസ്ഥ, എത്രത്തോളം തണുപ്പ്, തീയെല്ലാം ഇട്ട് നിൽക്കുന്ന. പക്ഷേ അവിടെ ഏറ്റവും കൂടുതലൊരു എനർജി തന്നത്, ഞാനിപ്പോഴും നമ്മുടെ കാര്യം എത്രയോ പ്രായത്തിന് മൂത്ത ഒരാളാണ് ഷൗക്കാ ജാനകി. ആ തണുപ്പത്തും അവരൊരു പ്രശ്നമില്ലാതെ തന്നു. അവർ നിങ്ങൾക്ക് തണുപ്പ് മാറ്റാൻ ഞാനൊരു സാധനം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവർ കുറേ സംഭവം കൊണ്ട് രസം ഉണ്ടാക്കിയിട്ട്, വലിയ കലത്തിൽ രസം ഉണ്ടാക്കി. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എരിവും അതിൻ്റെ ഒരു ചൂടും, തണുപ്പ് എവിടെ പോകണമെന്നറിയില്ല. അതൊരു ഭയങ്കര, ഒരു ദിവസമല്ല, അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് കൊണ്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ പാട്ട് തീർത്തത്. അപ്പോൾ ആ 3 ദിവസവും രാത്രി ആ കുന്നിൻ്റെ മുകളിൽ ഒരു കോട കാറ്റടിച്ചിങ്ങോട്ട് വരും. അതങ്ങോട്ട് അടിക്കുമ്പോൾ നമുക്ക് വല്ലാതെ അടിമുടി വിറച്ചു പോകും. മലയാളത്തിലിപ്പോൾ ഒരുപാട് അമ്മമാരന്ന് ഉണ്ട്. സ്ഥിരമൊരമ്മ വേണ്ട, ഒരു ഡിഫറൻ്റായിട്ടൊരു അമ്മ വേണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ പലരെയും നോക്കി കൂട്ടത്തിലാണ്. ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായിരുന്ന ഷൗക്കാ ജാനകിയാണ് അമ്മയായിട്ട് കാസ്റ്റ് ചെയ്തത്. വിൻസെൻ്റ് മാസ്റ്ററുടെ മകനായ ജയൻ വിൻസെൻ്റ് ഏറ്റവും പ്രസിദ്ധനായ ഛായാഗ്രഹകനാണ് അത് ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിലും എല്ലാം അറിയപ്പെടുന്ന ശ്രീകർ പ്രസാദാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സാബു സിറിലാണ് അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അതിനെ മ്യൂസിക് ചെയ്തത് ശ്രീ കീരവാണിയാണ്. ബാഹുബലി പോലെയുള്ള വലിയ സിനിമകൾ ചെയ്ത സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളായ ശ്രീ കീരവാണിയാണ് സൂര്യമാനസത്തിൻ്റെ പാട്ടുകൾ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കൈതപ്രം തിരുമേനിയാണ് പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. 1992 വിഷുകാലത്താണ് സൂര്യമാനസം തിയേറ്ററുകളിലെത്തുന്നത്. വിഷുപ്പടങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു പടമായിരുന്നു. പ്രത്യേകിച്ചും ഇതൊരു മമ്മൂക്ക എന്ന് പറഞ്ഞൊരു നടൻ്റെ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ. അതാണ് ആൾക്കാർ അതിനെ അംഗീകരിച്ചത്. അല്ലാതെ യൂഷ്വൽ ട്രാക്കിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു സിനിമ എന്നുള്ള ഒരു അപ്രിസിയേഷനാണ് സൂര്യമാനസത്തിന് കിട്ടിയത്.